കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലം. എബ്രഹാം ലിങ്കണാണ് അന്ന് പ്രസിഡൻ്റായി അമേരിക്ക ഭരിക്കുന്നത്. അദ്ദേഹം വൈറ്റ് ഹൗസിൽ അല്പം അസ്വസ്ഥനായും യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും എല്ലാം അങ്ങനെ തൻ്റെ മുറിയിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യുദ്ധമെല്ലാം നയിക്കുന്ന സേനാ നായകൻ തൻ്റെ മുറിയിലേക്ക് കയറി വന്നു, തൻ്റെ ഓഫീസിലേക്ക് കയറി വന്നു. അദ്ദേഹം എബ്രഹാം ലിങ്കൺ ചോദിച്ചു, വളരെ തിടുക്കത്തോടെ ചോദിച്ചു, എന്തായി, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? അദ്ദേഹം ചിരിച്ചുകൊണ്ട് അല്പം ലാഘവമായി പറഞ്ഞു, പ്രസിഡന്റ്, നോ പ്രോബ്ലം, നമ്മൾ യുദ്ധത്തിൽ ജയിക്കും, ഒരു പ്രശ്നവുമില്ല, യുദ്ധമൊക്കെ നന്നായിട്ട് പോകും, ജയം നമുക്കാണ്. എബ്രഹാം ലിങ്കൺ ചോദിച്ചു, എന്താണ് താങ്കൾ അത് ഗൗരവമില്ലാതെ പറയുന്നത്? അത്ര ഗൗരവമായി യുദ്ധം പോവുകയല്ലേ? അപ്പോൾ ആ സേനാനായകൻ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ജയം കിട്ടും. എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ശരി, ദൈവം നമ്മോട് കൂടെയുണ്ട്, അതുകൊണ്ട് ജയം നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരിലും ദൈവമുണ്ടോ? നമ്മുടെ കൂടെയുള്ള എത്ര പേരിൽ ദൈവമുണ്ട്? നമ്മിൽ ദൈവമുണ്ടോ? അദ്ദേഹം ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ആസ് എ ഹോൾ, മൊത്തമായി പറയുമ്പോൾ ഒരു സഭ, ഒരു കൂട്ടായ്മ, ഒരു കൂടിവരവ്, എല്ലാവരും പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവമുണ്ട്, ഞങ്ങളുടെ സഭയിൽ ദൈവമുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ദൈവമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, വ്യക്തിപരമായി യേശു നിങ്ങളോട് കൂടെയുണ്ടോ? നിങ്ങളുടെ ജീവിതപ്പടയിൽ യേശു ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ? വ്യക്തിപരമായി ചിലപ്പോൾ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും എല്ലാവരും ഉള്ള കുടുംബത്തിൽ പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ഉണ്ട്. പക്ഷേ യവനക്കാരൻ നിന്നോട് ചോദിക്കരുത്, നിന്റെ ജീവിതത്തിൽ യേശു ഉണ്ടോ? മകളെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ഉണ്ടോ? യവനക്കാരിയായ പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ യേശു ഉണ്ടോ? നിന്റെ കോളേജ് ലൈഫിൽ യേശു ഉണ്ടോ? നിന്റെ ഹോസ്റ്റൽ ലൈഫിൽ യേശു ഉണ്ടോ? നിന്റെ രഹസ്യ ജീവിതത്തിൽ യേശു ഉണ്ടോ? നീ തന്നെത്താൻ ഇരിക്കുമ്പോൾ യേശു കൂടെയുണ്ടോ? നിന്റെ കൂട്ടുകെട്ടിൻ്റെ മധ്യത്തിൽ യേശു കൂടെ ഇരിക്കുമോ? വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ പ്രാപിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മറ്റൊന്നും പറഞ്ഞിട്ട് അഭിമാനിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അപ്പൻ ദൈവവേലക്കാരനാണ്, എൻ്റെ അപ്പൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിച്ചിട്ട് കാര്യമില്ല പ്രിയരെ. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ യേശു വേണം. ചില ചിന്തകന്മാർ പറയും, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ലെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവിനുള്ളത് മക്കളാണ്. ഒരു മകൻ്റെ മകൻ എന്ന് പറയാൻ തക്കോണം കൊച്ചുമക്കളില്ല കർത്താവിനെന്ന്. അത് ചിന്തനീയമാണ്. ശീമോൻ പത്രോസിന്റെ പടകിൽ യേശു വന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിത പടകിൽ യേശുവാണോ പിശാചാണോ? രണ്ട് ശക്തികളേ ഉള്ളൂ ഈ ഭൂമിയിൽ. വാസ്തവമായി ഒന്ന് ജീവനുള്ള ദൈവം, മറ്റത് ദുഷ്ടപിശാച്, സാത്താൻ, അറുക്കാനും ഉടുപ്പാനും മോഷ്ടിപ്പാനും വരുന്ന ദുഷ്ടനായ പിശാച്. എന്നാൽ നന്മ മാത്രം ചെയ്യുന്ന കർത്താവ് ആര് വേണം? ഇത് തീരുമാനിക്കേണ്ട ദൈവമല്ല. പലരും ദൈവത്തെ പഴി പറയും, ദൈവം എൻ്റെ അടുക്കൽ വന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കിയില്ല, ദൈവം എനിക്കൊരു വീട് തന്നില്ല. അങ്ങനെ 100 പരാതികൾ ദൈവത്തോടാണ്. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ശ്രദ്ധിക്കൂ, ദൈവമല്ല നിനക്ക് ദോഷം ചെയ്തത് നീ തന്നെയാണ്. കാരണം നന്മയുടെ ഉറവിടമായി ജീവനുള്ള ക്രിസ്തുവിനെ നിന്റെ ജീവിത പടകിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അസ്വസ്ഥതയോ ഇത്രയും വലിയ പ്രതിസന്ധിയോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇനി അഥവാ ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് കടക്കേണ്ടി വന്നാലും യേശു കൂടെയിരിക്കുമായിരുന്നു. എന്നാൽ മകനെ, പ്രിയമകനെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടങ്ങൾക്കും നിന്റെ സ്വയത്തിനും നിന്റെ സ്വയ താല്പര്യങ്ങൾക്കും നിൻ്റെതായ വഴികൾക്കും നീ ഇടം കൊടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ പിശാചിൻ്റെ ഇഷ്ടത്തിനും നിന്റെ ഇഷ്ടത്തിനും നീ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ നീ പോകേണ്ടി വന്നത്, ആപത്തുകൾ ക്ഷണിച്ചു വരുത്തിയത്. കർത്താവിന് സ്തോത്രം. ഇത് പലരും അംഗീകരിക്കുന്നില്ല. ദൈവത്തെ പഴി പറയുന്നു. ദൈവം എനിക്ക് ദോഷം ചെയ്തു, ദൈവം എന്നെ സഹായിച്ചില്ല, ഇനി ഒരു ഒടി പിടി കൊടുക്കാൻ ദൈവമക്കൾ സഹായിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്.
പലരും പല കൂട്ടായ്മകളിൽ പോകുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതാകരുത് പ്രിയരെ. യേശുവിനെ പ്രാപിക്കാനായിരിക്കണം നാം കൂട്ടായ്മകളിൽ പോകേണ്ടത്. യേശുക്രിസ്തുവിനെ പ്രാപിക്കാനായിരിക്കണം നാം സഭകളിൽ ചേരേണ്ടത്. നാം യേശുക്രിസ്തുവിനെ പ്രാപിക്കാനായിരിക്കണം ആരാധനകളിൽ പങ്കെടുക്കേണ്ടത്. യേശുവാകുന്ന ആ അക്ഷയ നിധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതോടുകൂടി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം വന്നുകൊള്ളും. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കാം, ഓരോന്നോരോന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെടണ്ട. ദൈവത്തോട് ആവശ്യങ്ങൾ പറയാം. പക്ഷെ യേശു വന്നാൽ മോനെ ആ കൂടെ സൗഖ്യമുണ്ട്. യേശു വന്നാൽ ആ കൂടെ നന്മയുണ്ട്. യേശു വന്നാൽ ആ കൂടെ ഐക്യമുണ്ട്. യേശു വന്നാൽ ആ കൂടെ ഉയർച്ചയുണ്ട്. യേശു വന്നാൽ എല്ലാമുണ്ട്. തക്ക സമയത്ത് ദൈവം കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊള്ളും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നയിക്കുന്ന ദൈവം. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങളിൽ വാഴുന്ന പിശാചാണ്. ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്നുള്ള എഴുത്തൊക്കെയുണ്ട്. എഴുത്ത് വാങ്ങാൻ ഒരു ബോർഡ് വാങ്ങിച്ച, ഒരു നെയിം ബോർഡ് പോലെ ഒരു ചെറിയ ബോർഡ് വാങ്ങിച്ചാൽ അതിന് 10-50 രൂപ കൊടുത്താൽ കിട്ടും. മനോഹരമായി ഡിസൈൻ ചെയ്ത് വയ്ക്കുന്നു, യേശു ഈ ഭവനത്തിൻ്റെ നായകൻ. എന്നാൽ അതല്ല, യേശു നമ്മുടെ ഉള്ളത്തിൽ വരണം. കർത്താവിന് സ്തോത്രം. ഞാനിന്ന് ഒരു കുടുംബത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം പറയരുത്, കുറ്റപ്പെടുത്തരുത്. ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ പരസ്പരം കൈ ഓർത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അവർ പറയുന്നത്, ആ ഭാര്യ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞു, എനിക്ക് പരിചയമില്ല അവരെ, പക്ഷെ അവർ പറയുകയാണ്, സാറേ വിവാഹം കഴിച്ച കാലം മുതൽ, റിട്ടയറൊക്കെ ആയവരാണ്, അവർ പറയുകയാണ്, വിവാഹം കഴിച്ച കാലം മുതൽ ഞങ്ങൾ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം പറയും, ഭർത്താവ് എൻ്റെ കുറ്റം പറയും. അതല്ല കുടുംബജീവിതം. അതല്ല യഥാർത്ഥ ക്രിസ്തീയ കുടുംബജീവിതം. ഭർത്താവിന് കുറ്റം കാണും, ഭാര്യയ്ക്ക് കുറ്റം കാണും. തിരുത്തലുകളില്ലെന്നല്ല, പക്ഷേ ആ തിരുത്തുമ്പോഴും സ്നേഹം, പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു. ഇതല്ലേ കർത്താവ് തരുന്നത്, ഇതല്ലേ യേശു തരുന്നത്. എന്നാൽ ഇന്ന് കുടുംബങ്ങളിൽ സ്നേഹമില്ല, ഐക്യമില്ല. അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ സ്നേഹമില്ല. കാരണം ആ ജീവിതപ്പടകിൽ പിശാചാണ് വാഴുന്നത്. പിശാചിനിടം കൊടുക്കരുത്. പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നവനാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമാധാനം അവൻ മോഷ്ടിക്കും. നിങ്ങളുടെ ഒരു മനസ്സ് മോഷ്ടിക്കും, നിങ്ങളുടെ ഐക്യം മോഷ്ടിക്കും, നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കും. അങ്ങനെ നിങ്ങളിലുള്ള എല്ലാ നന്മകളും മോഷ്ടിച്ച് നിങ്ങളെ നശിപ്പിക്കുവാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ദുഷ്ട പിശാചുണ്ട്. അതുകൊണ്ട് ദുഷ്ടനായ പിശാചിനോട് യാത്ര പറയുക, സാത്താനോട് അവൻ്റെ സൈന്യത്തോട് യാത്ര പറയുക. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. യേശുവിൻ്റെ വഴിയിലൂടെ നടക്കുക. ജീവിതപ്പടകിൽ യേശു വരിക. പത്രോസിന്റെ ജീവിതത്തിൽ യേശു വന്നു. ജീവിതത്തിലെ ഭാഗ്യ നക്ഷത്രം ഉദിച്ചു. ഉദയ നക്ഷത്രം ഉയരത്തിൽ നിന്നും ഉദയം ചെയ്തു. അതാണ് യേശു. അതേ മകനെ, പ്രിയമകളെ, നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മാത്രമേ ജനിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും ഞാനും അഥവാ നിങ്ങളും ഓരോരുത്തരും നമ്മെപ്പോലെ ഒരാളെ ഈ ഭൂമിയിൽ ജനിച്ചുള്ളായിരുന്നുവെങ്കിലും യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വരുമായിരുന്നു. അത്രമാത്രം യേശു നമ്മെ സ്നേഹിച്ചു. നാം ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുമായിരുന്നു. അത്രമാത്രം വിലപ്പെട്ടതാണ് മകനെ ദൈവസന്നിധിയിൽ നിന്റെ ആത്മാവ്. പ്രിയ മകളെ, നിന്റെ ആത്മാവിനെ നശിപ്പിക്കരുത്. നീ ആത്മഹത്യയും ചിന്തിക്കരുത്. നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കരുത്. മരിച്ചാൽ മതിയെന്ന് ഓർക്കരുത്. എനിക്ക് ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. എൻ്റെ ജീവിതപ്പടകിൽ യേശു വരണം. നിങ്ങളൊന്ന് ക്ഷണിക്കുക പ്രിയരെ, നിങ്ങളൊന്ന് വിളിക്കുക, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണം, എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വരണം, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഒന്ന് വരണം, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് വരണം. അങ്ങനെ യേശു വന്നാൽ യേശുവോടെ വാഴും, യേശുവോടെ നയിക്കും, യേശുവോടെ നിയന്ത്രിക്കും. പടകളിൽ ശീമോനുള്ളതായി ഒന്നിൽ യേശു വന്ന് കയറി. കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് യേശു അവനോട് അപേക്ഷിച്ചു. അതെ, യേശു ജീവിതപ്പടകിൽ വന്നാൽ യേശു ചില വചനങ്ങൾ തരും, യേശു ചില നിർദ്ദേശങ്ങൾ തരും, യേശു ചില ഗൈഡൻസ് തരും. യേശു നമ്മെ സത്യത്തിൽ നടത്തും. മോനെ, അങ്ങനെ പോകരുത്, നീ ഇങ്ങനെ ചെയ്തുകൊള്ളൂ. ആലോചന തരുന്നൊരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ! എത്ര മാധുര്യമേ ക്രിസ്തീയ ജീവിതം, എത്ര സൗഭാഗ്യമേ ക്രിസ്തീയ ജീവിതം, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം, എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ. പാട്ടുകാരൻ പാടി, ഇതല്ലേ ആനന്ദം, എൻ്റെ പ്രിയ എളിയവനായി ഞാനത് അനുഭവിക്കുന്നു.
എൻ്റെ കർത്താവിനോട് കൂടെയുള്ളത് ഞാൻ അറിയുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കൂടിയിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കുടുംബജീവിതത്തെ യേശു നയിക്കുന്ന അറിയുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 30 വർഷമായി സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ഉണ്ട്. അതുകൊണ്ടാണ് വാർദ്ധക്യത്തിലെത്തി ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൊച്ചുമോനും ഞങ്ങൾ ഒരുമിച്ച് 4 തലമുറകൾ സ്വർഗ സൗഭാഗ്യം അനുഭവിച്ച ഒറ്റ കുടുംബത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ സ്നേഹമാണ്, ഐക്യമാണ്. കാരണഭൂതന് യേശുവാണ്. യേശു വന്നാൽ സൗഭാഗ്യമാണ്. പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ പരസ്പരം കുറ്റം പറഞ്ഞ്, നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തി നിങ്ങളുടെ ജീവിതം കളയരുത്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്ക്. പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക്, പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൈ കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്ക്. യേശുവേ, ഞങ്ങൾ അവിടുത്തെ വചനപ്രകാരം വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭൂമിയിൽ 2 പേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും തരാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ വരുന്നു. ഇന്ന് പ്രാർത്ഥനയുണ്ട്, പക്ഷെ ഐകമത്യമില്ല. ഇന്ന് പ്രാർത്ഥനയുണ്ട്, ഒരുമിച്ചില്ല. ഇന്ന് പ്രാർത്ഥനയുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരവരുടെ കാര്യം നോക്കും. എന്നാൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമനമായുള്ള പ്രാർത്ഥന, ഐക്യത്തോടെയുള്ള പ്രാർത്ഥന വളരെ ഫലം ചെയ്യും. ഞാനിത് പറഞ്ഞത് പ്രായോഗികമായ ചില കാര്യങ്ങളാണ്. വലിയ വലിയ ആത്മീയ സത്യങ്ങളൊന്നുമല്ല. പ്രായോഗിക ജീവിതത്തിൽ യേശുവിനെ അനുഭവിക്കുക. ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ അനുഭവിക്കുക. ജീവിതപ്പടകിൽ യേശു ഉണ്ടെന്ന് അറിയുക. ഈ പടകിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് നടക്കുമ്പോഴും അല്ല ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും യേശു ജീവിതപ്പടകിൽ ഉള്ളത് അനുഭവിക്കുക. യേശു ഉള്ളപ്പോൾ ചിലപ്പോൾ ചുണ്ടനങ്ങും, സ്തുതി എന്ന് പറഞ്ഞു പോകും. യേശു ഈ പടയിലിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞു പോകും. യേശു പടയിലിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു പോകും. യേശു പടയിലിരിക്കുമ്പോൾ ചില വിവിധ ഭാഷകളിൽ യേശുവിനെ സ്തുതിച്ചെന്നിരിക്കും. അത് ചിലപ്പോൾ യേശു ഉള്ളിലുള്ളതിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് പ്രതിഫലിച്ചെന്നിരിക്കും, നമ്മുടെ ശബ്ദത്തിൽ മുഴങ്ങിയെന്നിരിക്കും. അങ്ങനെ യേശുവിനോട് ചേർന്ന ജീവിതം, ദുഷ്ടപ്പിശാചിനോട് യാത്ര പറഞ്ഞ് യേശുവിനെ ജീവിതപ്പടകിലേക്ക് ക്ഷണിക്ക്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള പൈശാചിനോട് യാത്ര പറഞ്ഞ് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്ക്. നിങ്ങളുടെ ജീവിത സ്വർഗമാകും, നിങ്ങളുടെ കുടുംബ സ്വർഗമാകും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വരും. നിങ്ങൾ സമാധാനമുള്ളവരായി ജീവിക്കാൻ കർത്താവ് ഇടയാക്കും. അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും ഗൈഡൻസോ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളോ സംശയ നിവാരണങ്ങളോ ആവശ്യമെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കൂ പ്രിയരെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.